Watch full episodes on Jio Hotstar. Allow me to introduce myself. I am Dr. Destroyer. Good job. നിങ്ങൾ ഏതെങ്കിലും സർക്കസ് കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത്? ഡോക്ടർ ഡിസ്ട്രോയർ, ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പിന്നീട് പറഞ്ഞു തരാം. ആദ്യം ആ കോഹിനൂർ രത്നം തിരിച്ചു തരാൻ നോക്ക്. നീ മോഷ്ടിച്ചോണ്ട് പോകുന്ന ആ രത്നം ഇന്നാ പിടിച്ചോ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ വളരെ നല്ല അല്ല മുഴുവൻ ഡയലോഗ് പറഞ്ഞു തീർന്നില്ലല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അടിച്ചോടിക്കോമാരെ. മോട്ടോ എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്ക നീ ആരാണെന്ന്. വരൂ. പോയി തല്ലവനെ. ഇതാ പിടിച്ചോ, സ്പെഷ്യൽ എഫക്റ്റ് ആണ്. നിങ്ങൾ എന്തൊരു ശക്തിമാരാണ്. ശരിക്കും പൊളി. എന്തോന്നാണോ അവനെ ഇങ്ങനെ വെറുതെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? പോയി ചെന്ന് അവനെ വലിച്ചെറിയ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ കാരണമാണ് എന്റെ ബോസ് എന്നെ അടിച്ചത്. ഞാനും നിങ്ങളെ വെറുതെ വിടില്ല. കലക്കി കലക്കി എന്റെ സിംഹക്കുട്ടികളെ. ഞാൻ കുടുങ്ങിയല്ലോ. എന്നെ വിട്ടേക്കൂ. എന്റെ രത്നം ചെന്ന് പിടിക്കാവന്മാരെ. എന്റെ കൂട്ടുകാരനെ പിടിക്കാൻ പോവാണോ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. മതി, ഇപ്പൊ തന്നെ ഒരുപാടായി. എത്തിയോ ഇവിടെ? നിനക്ക് ഇത്രയും ഹൈറ്റില് പേടി തോന്നില്ലേ? തഴുട് നോക്ക്, തഴുട് നോക്ക്. പോലീസ്. നമുക്ക് ഇവിടുന്ന് പോകാം. ഇവരെ നമുക്ക് പിന്നെ നോക്കാം. പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിയിരിക്കെ. ബിഗ് ബോയ് എഴുന്നേക്ക്. നമുക്ക് പെട്ടെന്ന് പോവാം ഇവിടുന്ന്. വേഗം പെട്ടെന്നാവട്ടെ. ഓ നോ, ഇപ്പൊ എന്താ ചെയ്യാ? ഐഡിയ. You are under arrest. ഞങ്ങൾ അറസ്റ്റ് ഒക്കെ സ്വീകരിച്ചോളാം. പക്ഷേ എന്റെ ബോസിന് ജയിലിൽ 5 സ്റ്റാർ ഫെസിലിറ്റി ഒക്കെ കൊടുക്കണം. അതെ, നിന്റെ ബോസ് പോയിട്ട് ഇപ്പൊ കുറെ നേരമായല്ലോ. എന്നിട്ട് നീ ഇപ്പൊ ചോദിക്കുന്നു 5 സ്റ്റാർ ആനുകൂല്യങ്ങൾ വേണമെന്നോ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? സോറി, എന്നെ വെറുതെ വിടണം പ്ലീസ്. ഇങ്ങ് വാടാ. 5 സ്റ്റാർ ഫെസിലിറ്റി അല്ലേ ചോദിച്ചേ? തരാം, വാ. എനിക്ക് എന്റെ ബോസിന്റെ അടുത്ത് പോണം. ഇതാ വെച്ചോളൂ, കോഹിനൂർ രത്നമാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കൊന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ്റുമോ? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് മേടിച്ചെടുക്കണം. വരൂ. ഒരു കുഴപ്പമില്ല. രത്നം ഞാൻ എടുത്തേ അടങ്ങൂ. ഡോക്ടർ
ഡോക്ടർ ഡിസ്ട്രോയർ തോൽക്കാറില്ല, തോൽപ്പിക്കാറേ ഉള്ളൂ. നെറ്റ് കാരണം നമ്മളെ കൊണ്ട് പറക്കാനാവില്ല. ഇനി എന്ത് ചെയ്യൂ? നമ്മുടെ കഥ തീർന്നു. ഓഫീസേഴ്സ്, അത് അവരവിടെയുണ്ട്. വരൂ, നമുക്ക് അവരെ പിടിക്കാം. അങ്ങോട്ട് നോക്കൂ, പോലീസ് വണ്ടി വരുന്നു. ഡോക്ടർ ജഡ്ക, എന്തെങ്കിലും വേഗം ചെയ്യേ, ഞാൻ ഇവരെ തടയാം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. ഷെടാ, ഇതെവിടുന്ന് വന്നു? പൊളിക്കടുത്തല്ലോ ചിങ്കം താനെ അവരെല്ലാം നിർത്തേണ്ടത്, അല്ലാതെ നമ്മളെയല്ല. നമുക്ക് ഒരുമിച്ച് ഓടാം. മര്യാദക്ക് നിക്ക്. അവിടെ നിൽക്കാനല്ലേ പറയുന്നത്? നിക്ക്. ദോശ എല്ലാവരും ഒരുമിച്ച് ചമ്മിയോ. വീണ് വയ്യാതെയായി മമ്മി. ഓ നോ, അവര് രക്ഷപ്പെട്ടു. വരൂ, നമുക്ക് പോകാം. അവരെ പിന്നെ പിടിക്കാം. ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടർ ഡിസ്ട്രോയറിനെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, കേക്ക്. കുറച്ചു ദിവസം നമുക്ക് ഇവിടെ തന്നെ ഒളിച്ചിരിക്കാം. കാര്യങ്ങളൊക്കെ ഒന്ന് തണുക്കുമ്പോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പൊ പോലീസ് നമ്മളെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും. അത് നമ്മുടെ ജീവനോടെ ഇരിക്കണ്ടേ? ഇവിടെ 4 പുറവും അനക്കോണ്ടാസാ. അത് നമ്മളെയാ നോക്കുന്നത്. എനിക്ക് പേടിയാവുന്നു. നമ്മുടെ ചുറ്റിനും ഈ ലേസർ ബീംസിന്റെ കവചം ഉള്ളത്ര നേരം ഈ ആനക്കോണ്ട നമ്മളുടെ അടുത്തേക്ക് വരികയില്ല. എന്റെ അമ്മോ, ഇതൊരു തെറ്റായ പണിയാണ്. നമ്മളിത് ചെയ്യാൻ പാടില്ല. മമ്മി പൊളിച്ചെടുത്തല്ലോ ചിങ്കം സാർ, ഇത് നമുക്കറിയാലോ. കാരണം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടരുത് കേട്ടോ. പക്ഷേ വലിയേട്ട, ഡോക്ടർ ഡിസ്ട്രോയിനെ പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് ചെയ്യണം മോട്ടു. അതെ. ഓക്കെ 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 ഓക്കെ. എന്റെ ബോസ് എപ്പോഴാ വരുന്നത്? അതെ, ഞാൻ അവനെ കണ്ടു. ഷെടാ, എന്റെ ചങ്കേന്റെ ബ്രോ മോട്ടു, ഈ കെമിക്കല് പുരട്ടിയാൽ നമുക്ക് എല്ലാ ചുമരും പൊളിക്കാൻ കഴിയും. ഞാൻ അവിടെ ഒരു മാർക്കിട്ടിട്ടില്ലേ, അവിടെയാണ് പൊളിക്കേണ്ടത്. ഷെടാ, എന്റെ ചങ്കേന്റെ ബ്രോ മോട്ടു, ഈ കെമിക്കൽ ആ ചുമരിലാണ് പുരട്ടേണ്ടത്, നിന്റെ ദേഹത്തല്ല. ചുമരിൽ പുരട്ടിയതും ചുമര് പൊളിഞ്ഞ് താഴെ വീഴും. അതെ. ഇതൊന്നും നിങ്ങൾ ആദ്യം പറഞ്ഞില്ലല്ലോ വലിയേട്ടാ. എന്നെ നീ പറയാൻ അനുവദിച്ചാലല്ലേ. ഞാൻ പറയുമ്പോഴേക്കും നീ പോയി ചെയ്താലോ. ഭാഗ്യവശാൽ നിന്റെ ദേഹത്തുള്ള കെമിക്കൽ ആ ചുമരിൽ പുരണ്ടിട്ടുണ്ട്. അതെ. നിങ്ങളെന്താ ഇവിടെ? നിങ്ങളെന്തിനാണ് ഈ ഭിത്തിയൊക്കെ പൊളിച്ചത്? ഞങ്ങൾക്ക് വിഷമമുണ്ട്. നീ പിടിക്കപ്പെട്ടത് ഞങ്ങൾ കാരണമല്ലേ, അതുകൊണ്ട്. പക്ഷെ കളവ് നടത്തിയത് ഡോക്ടർ ഡിസ്ട്രോയർ അല്ലേ. നീ ഒരു നല്ല മനുഷ്യനാണ്, ഞങ്ങൾക്കറിയാം. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടിക്കോ. എന്നിട്ട് ഡോക്ടർ ഡിസ്ട്രോയറിനോട് പറ, എത്ര ചീത്ത കാര്യങ്ങൾ ചെയ്താലും നല്ലത് ഒരിക്കലും വരില്ലെന്ന്. എത്രയും പെട്ടെന്ന് പോലീസിന് സറണ്ടർ ആവാൻ പറ. അതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. ഇന്ന് ഞങ്ങളുടെ കാറ് വേണേ കൊണ്ടുപോയിക്കോ. നല്ല മനുഷ്യ. ഓ താങ്ക് യു, താങ്ക് യു. സത്യത്തിൽ നിങ്ങൾ നല്ല ആൾക്കാരായിരുന്നല്ലേ. ഓഫീസേഴ്സ്, അവന്മാരെ പിടിക്കേ. അവന്മാര് പുറത്ത് ചാടുകയാണ്. വേഗം വേഗം ആവട്ടെ. വേഗം വേഗം അവനെ ഫോളോ ചെയ്യേ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ബോസ് എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും. ഞാൻ വരുന്നു ബോസ്.
അവിടെ നിൽക്കാൻ. മോട്ടു അവൻ പറന്നുപോയി. അവനെ പിടിക്ക്. വാ കോഹിനൂർ വേണം അല്ലയോ? കാണിച്ചു തരാം. അല്ല ഇതെന്താ? അയ്യോ എന്റെ രത്നം ഇല്ല. കോഹിനൂർ അതാ വാലി വീഴാൻ പോകുന്നു. മോട്ടു അത് പോയി പിടിക്ക്. ഡോക്ടർ ജട്ക തുറന്നു കൊടുക്കേ. നമുക്ക് പോകാം. അയ്യോ, അത് കൈവിട്ട് പോയല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോ എന്താ ചെയ്യാ? രത്നം അനക്കോണ്ടയുടെ വയറ്റിലേക്ക് പോയല്ലോ. നോക്കിയ എന്റെ ചങ്കേ, നമ്മുടെ അടുത്ത് ഇപ്പോ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ അനക്കോണ്ടിയുടെ വയറ്റിനകത്ത് പോയി ഡയമണ്ട് കൊണ്ടുവരണം. അടുത്ത ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ ഡയമണ്ട് വയറ്റിൽ നിന്ന് പുറത്ത് വരുന്നവരെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അതൊക്കെ ശരിയാണ്. ആനക്കൊണ്ടയുടെ വയറ്റിനകത്ത് രത്നം പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ആനക്കൊണ്ടയുടെ അകത്ത് പോയിട്ട് രത്നം എടുത്തോണ്ട് വരാൻ പറ്റുമോ? അതെ, ഗസീട്ടാറാമനല്ലേ എല്ലാ കാര്യത്തിലും 20 വർഷം അനുഭവമുള്ളത്. എങ്കിൽ ഇയാള് തന്നെയാണ് ആ അനക്കോണ്ടയുടെ വയറിനകത്ത് ചെന്ന് രത്നം എടുക്കുവാനുള്ള പറ്റിയ ആള്. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് അനക്കൊണ്ടയെ കണ്ട് ഓടി രക്ഷപ്പെടുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടാ. അല്ലാതെ അതിന്റെ വയറ്റിനകത്തേക്ക് പോയി ഇരിക്കുന്നതല്ല. ഡോക്ടർ ജട്ക, എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. മോട്ടു എന്റെ ചങ്കേ, ഇതാ നോക്ക്, ഈ കെമിക്കൽ ഞാൻ സ്പ്രേ ചെയ്യാം. ഇതിൽ റെഡ് ആൻഡ് ഗ്രീൻ ലിക്വിഡ് ഉണ്ട്. ഇതിന് ശേഷം നിന്റെ ദേഹം കല്ല് പോലെ ഭയങ്കര സ്ട്രോങ് ആവും. മോട്ടു, അനക്കോണ്ടിന്റെ വയറ്റിനകത്ത് പോയാലും നിനക്കൊന്നും സംഭവിക്കില്ല. ചെല്ല്, പോയി ഡയമണ്ട് എടുത്തിട്ട് വാ മോട്ടു. ഒരു മിനിറ്റ്, നീ ഒന്ന് ക്ഷമിക്ക്. ആദ്യം നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നിന്റെ ബോഡി സ്ട്രോങ് ആണോ അല്ലയോ എന്ന്. ശരിയാണ് പത്തലു, ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് കളയാം. വല്ലാണ്ട് വേദനിക്കുന്നേ. നിങ്ങളുടെ മരുന്ന് ശരിയല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതൊന്നുമല്ല മോട്ടു, നീ മറ്റൊരു കാല് കൊണ്ട് ചവിട്ടി നോക്ക്. ചിലപ്പോൾ ഈ മരുന്ന് വർക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അതെ. ഓക്കേ. ശരി മോട്ടു, നീ വിഷമിക്കണ്ട. നീ നിന്റെ കൈ കൊണ്ട് തല്ലി നോക്ക്. ചിലപ്പോ നിന്റെ ഹാൻഡ്സിൽ ആ പവർ വന്നിട്ടുണ്ടാവല്ലോ. എങ്കിൽ ശരി. എന്താ ഡോക്ടർ ജട്ക, എന്തിനാ എന്നോട് ഇങ്ങനെ പകരം വീട്ടിക്കൊണ്ടിരിക്കുന്നത്? വലിയേട്ടാ, വരൂ, എന്റെ കൂടെ വരൂ. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി മോട്ടു, എന്താ കാര്യം പറ. വരൂ, ആ സൈഡിലോട്ട് മാറി നിൽക്കാം. അയ്യോ മോട്ടു, അതല്ലേ. വേണ്ട മോട്ടു, എന്നെ വിട്ടേക്ക്. സോറി മോട്ടു, ഞാൻ മറന്നുപോയി. ഇത് റെഡ് ആൻഡ് ഗ്രീൻ സ്പ്രേ അല്ലേ? ഞാൻ റെഡ് മാത്രമേ നിന്റെ ദേഹത്ത് സ്പ്രേ ചെയ്തുള്ളൂ. ഗ്രീൻ ചെയ്യാൻ മറന്നുപോയി. ഇപ്പൊ അവിടെ ഒരു റോക്ക് കാണുന്നില്ലേ? നീ അത് പോയി തല്ലി നോക്കും മോട്ടു. റോബോസ്, cover them. ഇനിയിപ്പോ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാം ഡോക്ടർ ഡിസ്ട്രോയർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. അയാളെ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞു. എന്റെ അമ്മോ മോട്ടുപത്തലു, എന്തെങ്കിലും ചെയ്ത ഡോക്ടർ ഡെസ്ട്രോയിനെ നിങ്ങൾ തടയണം.
ഇനി എന്റെ ആദ്യത്തെ ടാർഗറ്റ് ആണ് ലണ്ടൻ ബിഗ് ഐ. ഇനി എന്നെ ലോകത്തെ കിടുകിട വിറപ്പിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ സാധിക്കില്ല. ഇല്ല മോട്ടു. ഇല്ല, എന്റെ കൂട്ടുകാരനെ തല്ലുവല്ലടാ നീ. എവിടെ പോയി? പത്തുലു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് ഓൾറെഡി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നോക്കൂ വിനാശത്തിന്റെ കാഴ്ചകൾ. എന്നത് ഡോക്ടർ ഡിസ്ട്രോയർ തോൽക്കാറില്ല, തോൽപ്പിക്കാറേ ഉള്ളൂ. ഇല്ല പത്തുലു, ഞാൻ പോവുകയാണ്. ആ കോഹിനൂർ രത്നവും കൊണ്ട് ഞാൻ ഇനി തിരിച്ചു വരൂ. അതെ മോട്ടു, കേക്ക് വേണ്ട. നീ ആ സൺറൈസ് കൊണ്ട് ഉരുകി പോകും മോട്ടു. പരിശ്രമിച്ചു നോക്കാലോ പത്തുലു. പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല പത്തുലു. മോട്ടു വേണ്ട. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? Careful, Motu. ചേട്ടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ നിനക്ക് തന്ന ഹീറ്റ് ഗ്ലൗസ് നീ എന്താ യൂസ് ചെയ്യാത്തത്? അതെ, Hey, കളി ഇതുവരെ തീർന്നില്ല മോട്ടു പത്ലു. നിന്നെ ഞാൻ അത്ര എളുപ്പം വിടത്തില്ല. നീ എന്റെ എല്ലാ ജോലിയും തകർത്ത് കളഞ്ഞു. എങ്കിൽ വാടോ. ഇവിടുന്ന്
നിന്നാണ് ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ സിഗ്നൽ വരുന്നത്. വരൂ നമുക്ക് പോകാം. മോട്ടു, പത്ലു, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്. വളരെ നന്ദി. നിങ്ങൾ ഇവന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമിയെ രക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് സാറേ ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. താങ്ക് യു. ഇനി നിങ്ങൾ ഡോക്ടർ ഡിസ്ട്രോയിനെ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങള് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ ദേശത്തേക്ക് ആ കോഹിനൂർ രത്നം കൊണ്ടുപോയിക്കോട്ടെ. അതിനുള്ള അധികാരം ക്യൂവിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉറപ്പായിട്ട് ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് പെർമിഷൻ വാങ്ങിത്തരാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വേഗത്തിൽ പോയിട്ട് കുറെ സമൂസകൾ കഴിക്കണം. കാരണം എനിക്ക് വിശന്നിട്ട് വയ്യ പത്തലു. Watch India's largest kids library only on Jio Hotstar. Download the app now.